ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതൊരു ഈവനിങ് വ്ളോഗാണ് ഗൈസ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ വൈകുന്നേരം വർക്ക് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന പാച്ചിൽ ഭയങ്കര തിരക്ക് പിടിച്ച സമയമായിരുന്നു. അപ്പോൾ നമുക്ക് ATM പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ക്യാഷ് എടുത്തു, 1-2 വട്ടം എടുത്തു, അത് ഫെയിലിയറായി ഗൈസ്. നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ ഒരു മൂഞ്ചലവസ്ഥയാണ്. അങ്ങനെ 3rd ടൈം ട്രൈ ചെയ്തിട്ടാണ് നമുക്ക് ക്യാഷ് വന്നത്. ക്യാഷ് വന്ന ശേഷം ഞാൻ അവിടെ നിന്ന് എണ്ണുന്ന രംഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മഴ വരുന്നൊരു സീനിയറി ഉണ്ടായിരുന്നു. അപ്പോൾ ശരി, വേഗം അത് കഴിഞ്ഞിട്ട് ഞാനും ശരത്തുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വേഗം ഇറങ്ങാമെന്നുള്ള മട്ടിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കഴിഞ്ഞിട്ട് തിരിച്ച് ഇറങ്ങി വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊന്നും കാര്യമാക്കിയില്ല. എന്നിട്ട് ചെറിയൊരു മഴച്ചാറ്റിലും വന്നു ഗൈസ്. അപ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. കാരണം കോട്ട് കൊട ഒന്നും എടുത്തിട്ടില്ല, നനയോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വീടെത്തി ഗൈസ്. വീടെത്തിയപ്പോൾ തന്നെ വല്ലാത്തൊരു അത്ഭുതം. അനീതി കവർ നിറച്ച് സ്നാക്സ് വാങ്ങിച്ചിട്ട് വന്നിരുന്നു ഗൈസ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു ഒന്നും കൂടി സമ്മതമായി. അപ്പം ഞങ്ങൾ ഇരുന്ന് സ്നാക്സ് കഴിക്കില്ലായിരുന്നു ഇന്നത്തെ പരിപാടി. ഇത്രയും നല്ല അനീതി എനിക്ക് അവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ അവൾ അത് നോക്കി ചിരിക്കുക. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞ ശേഷം സ്നാക്സൊക്കെ എടുത്ത് ചായയൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞു. പിന്നെ അതിന് ശേഷം സമയമായപ്പോൾ വിളക്ക് വെക്കണം. കുടുംബ കുത്ത് വിളക്ക് ഗൈസ്. ഞങ്ങളുടെ വീട്ടിൽ അവൾ വിളക്ക് വെക്കാൻ ഞാൻ അവളുടെ വായി നോക്കി നിൽക്കുക ഗൈസ്. ഈ കുട്ടി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്നുള്ള അവസ്ഥ. പിന്നെ അതിന് ശേഷം ഞാനൊരു ബോക്സ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പാട്ട് വെച്ചപ്പോൾ അവൾക്ക് ദേഷ്യം വന്ന് പുറത്ത് അവൾ വന്നിരിക്കുകയാണ് ഗൈസ്. എന്നിട്ട് ഞാനതൊന്നും കാര്യമാക്കില്ല, ഞാൻ സൗണ്ട് വെച്ചു. ഇവൾക്ക് സ്ഥിരം പരിപാടിയാണ് ഗൈസ് ഈ വെറ്റിൽ വാങ്ങിച്ചിട്ട് വന്നാൽ അതിൻ്റെ ഈ തണ്ടിനെ പൊട്ടിച്ച് കഴിക്കൽ. അങ്ങനെ വൈദ്യ അവസാനം വെറ്റിലെങ്കിലും ബാക്കി കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് സമാധാനത്തിൽ അവൾ അതിനെടുത്തിട്ട് എടുത്ത് വെച്ചു ഗൈസ്. അതിനുശേഷം ഒരു വറ്റൽ വാങ്ങിച്ചിട്ട് വന്നിരുന്നു. അപ്പോൾ അതെന്താണെന്നുള്ളത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ അവൾ വീട്ടിൽ നിന്ന് പോയി ഗൈസ്. അതിനുശേഷം നൈറ്റ് ഫുഡ് കഴിക്കുമ്പോൾ അതിനേക്കാളും ഒരു 1-1.5 അവസ്ഥയായിരുന്നു. ചൂട് ദോശയും അടിപൊളി മഴയും. അങ്ങനെ കാത്തിരുന്ന് നൈറ്റ് ഫുള്ള് നല്ല മഴയായിരുന്നു. പക്ഷെ ഇത്രയും മഴ വന്നിട്ട് ചൂട് തന്നെ ഗൈസ്. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. പിന്നെ ഇവർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും കറണ്ട് പോയി. പിന്നെ ഞാൻ കറണ്ട് ഇല്ലാണ്ട് വെളിച്ചമില്ലാണ്ടിരുന്ന് ഫുഡ് കഴിച്ചു ഗൈസ്, ഫോണിൻ്റെ ഫ്ലാഷ് അടിച്ചിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.